ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വണ്ടിയിലെ സെറ്റ്, അതായത് മ്യൂസിക് സിസ്റ്റം എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ 4 സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ 2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു നോർമലായിട്ടുള്ള ഒരു സെറ്റും സ്പീക്കർ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള. സബ്ബും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വലിയ അടിയും കാര്യങ്ങളൊന്നുമുള്ള സെറ്റല്ല എൻ്റെ വണ്ടിയിലുള്ളത്. അപ്പോൾ ഓക്കെ, എൻ്റെ വണ്ടിയിലെ സെറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വണ്ടിയിലെ സെറ്റ്. ഇത് ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ ഈ വണ്ടീൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു സെറ്റാണ്, ഞാൻ എക്സ്ട്രാ വെച്ചതല്ല. ഇത് കണ്ടില്ലേ, ഈ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഈ ബോക്സ് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് സെറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സ്പീക്കറുകൾ ഞാൻ വെച്ചതാണ്, എൻ്റെ അടുത്തുള്ള സ്പീക്കറുകളാണ്. ഈ സെറ്റ് വർക്കിംഗ് കണ്ടീഷനിൽ എനിക്ക് കിട്ടി. ഈ പെൻഡ്രൈവും സ്പീക്കറൊക്കെ ഞാൻ വെച്ചത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു വർക്കിംഗ് ഈ സെറ്റിനുണ്ട്. ഇത് പെൻഡ്രൈവ് ഊരി കഴിഞ്ഞാൽ FM-ലേക്ക് പോകുന്നതായിരിക്കും. വീണ്ടും പെൻഡ്രൈവ് കുത്തിയാൽ പാട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ സെറ്റ് കണ്ടില്ലേ. ഇനി ഞാൻ സ്പീക്കർ ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതി കാണിച്ചു തരാം. ഇത് 2 സ്പീക്കർ മാത്രം കൊടുക്കാൻ പറ്റുന്ന സെറ്റാണ് കേട്ടോ. ഞാനതിൽ ഒരു ചാനലിൽ തന്നെ 2 സ്പീക്കർ വെച്ചിട്ട് 4 സ്പീക്കർ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ട്യൂട്ടർ വെക്കുന്നതിന് പകരമായിട്ട് ചെറിയ 2 സ്പീക്കറുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ 4 സ്പീക്കറുകളുണ്ട് എന്നുള്ളത്. അതിൽ ഒരു സ്പീക്കർ ഇതാണ്, അതുപോലെ തന്നെ ഒരു സ്പീക്കർ ഇതും. ഇത് രണ്ടും ഫ്രണ്ടിലായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്പീക്കർ വെക്കുകയാണെങ്കിലുള്ള ഞാൻ കാണുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നല്ല സുഖമായിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ബേക്കിൽ മാത്രമാണ് സ്പീക്കർ വെക്കുന്നതെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഓവറായിട്ട് സൗണ്ട് വെക്കേണ്ടി വരും. അന്നേരം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാസഞ്ചേഴ്സിന് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ മെയിനായിട്ട് ഞാൻ പാസഞ്ചർ ഉള്ളപ്പോൾ അങ്ങനെ പാട്ട് വെക്കാറില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രമേ പാട്ട് വെക്കലുള്ളൂ. ഇത് രണ്ടും ഹോം തിയേറ്ററിൻ്റെ സ്പീക്കറാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വർക്കിംഗ് ഉണ്ട് ഈ സ്പീക്കറിന്. പിന്നെയുള്ള 2 സ്പീക്കർ ബാക്കിൽ ഈ ബെർത്തിൻ്റെ മേലെയാണ് വന്നിട്ടുള്ളത്. ഇത് 8 ഇഞ്ചിൻ്റെ 2 സ്പീക്കറാണ്. ഇതൊരെണ്ണം, ഇത് കണ്ടില്ലേ, ഇതൊരെണ്ണം. അപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് താഴെയുള്ള സ്പേസ് നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ നമ്മൾ സബ്ബൊക്കെ വെക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ സ്പീക്കറാണ് വെക്കുന്നതെങ്കിലും താഴെയാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് അവിടുത്തെ സ്പേസ് നഷ്ടപ്പെടുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കയറ്റണമെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ സെറ്റ് എനിക്ക് ഈ വണ്ടീൻ്റെ കൂടെ തന്നെ കിട്ടിയാണ്. അതിൽ ഓൾറെഡി കണക്ഷൻ ഉണ്ടായിരുന്നു, സ്വിച്ചും കാര്യങ്ങളൊക്കെ കണക്റ്റ് ആയിട്ടായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സ്പീക്കർ ഞാനാണ് കണക്ട് ചെയ്തത്. ഈ വയറ് ഇതിലെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. എൻ്റെ വണ്ടിക്ക് ഈ ഒരു പീസ് വെച്ച് അടിച്ചുകൊണ്ട് ഈ വയർ കാണില്ല, ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ, ഇതിലെയാണ് ഈ വയർ കയറ്റിയിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് കണക്ഷൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള സ്പീക്കറിൻ്റെ വയർ ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ഇതിലേ പോയിട്ട് ഈ സ്പീക്കറിലേക്ക് വരും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അപ്പുറത്തെ സ്പീക്കറിലേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്നതാണ് എൻ്റെ വണ്ടിയിലെ സെറ്റിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഓരോ സ്പീക്കറിൻ്റെ ഒന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇത് ഞാൻ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു ട്യൂണ് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. അല്ലാത്ത പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അതുകൊണ്ടാണ് ഈ ട്യൂണ് മാത്രമാക്കിയത്. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, 4 സ്പീക്കറും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടിയിലെ മ്യൂസിക് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.